ഹായ് ഹലോ വെൽക്കം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് സ്റ്റേറ്റ് +1 സ്റ്റാൻഡേർഡിലെ 11th ക്ലാസ്സിലെ ഫിസിക്സ് തെർമോഡൈനാമിക്സ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ കുറച്ച് ഇമ്പോർട്ടൻറ്റ് ഡെറിവേഷൻസും അതിനകത്തിലെ കുറച്ച് കാര്യങ്ങളും ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇത് നിങ്ങളെ പബ്ലിക് എക്സാംസിന് യൂസ്ഫുൾ ആകും. ഓക്കെ, ഏകദേശം നല്ലൊരു വെയിറ്റേജ് വരുന്ന ചാപ്റ്ററാണ് തെർമോഡൈനാമിക്സ് എന്ന് പറയുന്നത്. ഈ ചാപ്റ്ററിലെ മെജോറിറ്റി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡെറിവേഷൻസ് ഒക്കെ നമ്മളിതിന് കവർ ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പം ഈ ചാപ്റ്റർ ബേസിക്കലി ഡീൽ ചെയ്യുന്നത് കുറച്ച് പ്രോസസ്സ് വഴിയാണ്. അതായത് തെർമോഡൈനാമിക് പ്രോസസ്സ്, ഐസോതെർമൽ പ്രോസസ്സ്, അഡിയബാറ്റിക് പ്രോസസ്സ്, ഐസോകോറിക് പ്രോസസ്സ് എന്ന് പറയുന്ന കുറേ പ്രോസസ്സസും അതിൻ്റെ ഇക്വേഷൻസും വർക്ക് ഡൺ അതിൻ്റെയൊക്കെ ഇക്വേഷൻ. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി ഇവിടുന്ന് എപ്പോഴും ചോദിച്ച് കാണാറുള്ളത് കാർനോട്ട് എൻജിൻ്റെ എഫിഷ്യൻസി ഡിറൈവ് ചെയ്യാനുള്ളൊരു ഇക്വേഷൻ കണ്ടുപിടിക്കാനുള്ളൊരു ഡെറിവേഷൻ. അതാണ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് അതിനകത്തുനിന്ന് ചോദിക്കുന്നത്. ഓക്കെ, നമുക്ക് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡെറിവേഷൻസിലേക്ക് ഒന്ന് പോവാം. ഓക്കെ, ഫസ്റ്റ് ഇസ് ഐസോതെർമൽ പ്രോസസ്സ്. എന്താണ് ഒരു ഐസോതെർമൽ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ? പ്രോസസ് വിച്ച് പ്രൊസീഡ്സ് അറ്റ് എ കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ. ഓക്കെ, ഒരു പ്രോസസ്സ് ടെമ്പറേച്ചറിൽ മാറ്റം ഇല്ലാതെ നടക്കുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ഐസോതെർമൽ പ്രോസസ്സ്. ഐസോ മീൻസ് സെയിം എന്നാണ്, ആൻഡ് തെർമൽ മീൻസ് റിലേറ്റഡ് ടു ടെമ്പറേച്ചർ. ഐസോതെർമൽ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രോസസ് വിച്ച് പ്രൊസീഡ്സ് വിത്ത് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചറിൽ അവിടെ ചേഞ്ച് വരുന്നില്ല. അങ്ങനെയാണെങ്കിൽ ആ പ്രോസസ്സ് നമുക്ക് എന്ത് വിളിക്കാൻ പറ്റും? ഐസോതെർമൽ പ്രോസസ്സ് എന്ന് വിളിക്കാൻ പറ്റും. ഓക്കെ, ഐസോതെർമൽ പ്രോസസ്സിലെ വർക്ക് ഡണ്ണിൻ്റെ എക്സ്പ്രഷനാണ് നമ്മൾ ഡിറൈവ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, നമ്മൾ 1 mole ഓഫ് ഐഡിയൽ ഗ്യാസ് കൺസിഡർ ചെയ്തു. ഐഡിയൽ ഗ്യാസ് എന്താണെന്ന് അറിയാമല്ലോ. PV = nRT ഇക്വേഷൻ ഫോളോ ചെയ്യുന്ന ഗ്യാസസിനെ നമുക്ക് എന്തായിട്ട് കൺസിഡർ ചെയ്യാം? ഐഡിയൽ ഗ്യാസസ് ആയിട്ട് കൺസിഡർ ചെയ്യാം. നമ്മൾ 1 mole ഓഫ് ഐഡിയൽ ഗ്യാസിനെ ഒരു സിലിണ്ടർ അല്ലെങ്കിൽ ഒരു കണ്ടെയ്നറിനകത്ത് എടുത്തു. ആൻഡ് ലെറ്റ് us assume that it undergoes a ഐസോതെർമൽ പ്രോസസ്സ്. ഐസോതെർമൽ ആകുമ്പോൾ ടെമ്പറേച്ചറിൽ എന്ത് സംഭവിക്കുന്നില്ല, ചേഞ്ച് സംഭവിക്കാതെ ഇത് എക്സ്പാൻഡ് ചെയ്യുകയാണെന്ന് വെച്ചോ. P1 V1 പ്രഷർ ആൻഡ് വോളിയത്തിൽ നിന്നും അത് P2 V2 വോളിയം ആൻഡ് പ്രഷറിലേക്ക് മാറി അറ്റ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ. ഓക്കെ, there is no change in temperature. ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ ഇല്ല. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഒബ്വിയസ്ലി അവിടുത്തെ വോളിയം ചേഞ്ച് ചെയ്തു. P1 V1 എന്ന് പറയുന്നതിൽ നിന്നും അതെന്തായി? P2 V2 ആയി. അപ്പോൾ അവിടെ വോളിയം ചേഞ്ച് ഉണ്ട്. നമുക്കറിയാം വർക്കിൻ്റെ ഇക്വേഷൻ W = PV ആണ് അല്ലേ. അപ്പോൾ ഇവിടെ വോളിയത്തിൽ ചേഞ്ച് വന്നു. അങ്ങനെയാണെങ്കിൽ വർക്കിലും ചേഞ്ച് വരുമല്ലോ. ഓക്കെ, ഡെൽറ്റ ഡബ്ല്യുവിനെ നമുക്ക് എന്ത് എഴുതാം? ഡെൽറ്റ W = P × ഡെൽറ്റ V എന്ന് എഴുതാനായിട്ട് പറ്റും. ഓക്കെ, ലിമിറ്റിൻ്റെ ഫോമിൽ എഴുതി കഴിഞ്ഞാൽ നമുക്ക് ലിമിറ്റ് അപ്ലൈ ചെയ്ത ലിമിറ്റിംഗ് ഫോമിൽ എഴുതി കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ആസ് ഡെൽറ്റ V tends to 0, dW എന്ന് പറയുന്നത് എന്താവും? dW = P × dV. ഇതാണ് ലിമിറ്റിംഗ് ഫോം ഓഫ് വർക്ക് ഡൺ. ഓക്കെ, ഇത് ഓർത്തിരുന്നാലും മതി. ഏതാണ് വർക്ക്? dW. കുഞ്ഞു വർക്ക് കണ്ടുപിടിക്കണം. നമ്മൾ ആദ്യമേ എന്താ ചെയ്യുന്നത്? സിസ്റ്റം ആസ് എ ഹോൾ എക്സ്പാൻഡ് ചെയ്യുന്ന വർക്ക് അല്ല നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഒരു കുഞ്ഞു യൂണിറ്റ് വോളിയം എക്സ്പാൻഡ് ചെയ്യുമ്പോഴുള്ള വർക്ക് നമ്മൾ കണ്ടുപിടിക്കുക. അതാണ് dW. എന്നിട്ട് ടോട്ടൽ വർക്ക് കണ്ടുപിടിക്കാൻ നമ്മൾ അതിന് എന്ത് ചെയ്യും? ത്രൂ ഔട്ട് ആ വോളിയത്തിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യും. ഓക്കെ, അതാണ് നമ്മൾ സാധാരണഗതിയിൽ ചെയ്യുന്നത്. ആദ്യമേ നമ്മൾ എന്താ കണ്ടുപിടിക്കുക? ഒരു കുഞ്ഞു യൂണിറ്റ് വോളിയം എക്സ്പാൻഡ് ചെയ്യുമ്പോൾ, ഐസോതെർമൽ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ഉള്ള വർക്ക് ഡൺ കണ്ടുപിടിച്ചിട്ട് ടോട്ടൽ വോളിയം കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ അതിന് എന്ത് ചെയ്യും? അൾട്ടിമേറ്റ്ലി ഇൻ്റഗ്രേറ്റ് ചെയ്യും. ഓക്കെ, നമുക്ക് കുഞ്ഞു വർക്ക്, അതായത് ഒരു കുഞ്ഞു യൂണിറ്റ് വോളിയം എക്സ്പാൻഡ് ചെയ്തപ്പോൾ എടുത്ത വർക്കിനെ നമുക്ക് എന്തായിട്ട് കൺസിഡർ ചെയ്യാം? dWനെ നമുക്ക് ഇങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം. dW = P × dV ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, നൗ വി ഹാവ് ടു ഫൈൻഡ് എ ടോട്ടൽ വർക്ക്. അപ്പോൾ ടോട്ടൽ വർക്ക് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ടോട്ടൽ വർക്ക് നമ്മുടെ ഇനീഷ്യൽ വോളിയം എന്ന് പറഞ്ഞാൽ V1 ആയിരുന്നു, ഫൈനൽ വോളിയം എന്ന് പറഞ്ഞാൽ V2 ആണ്. അപ്പോൾ ത്രൂ ഔട്ട് ആ വോളിയത്തിൽ നമ്മൾ എന്ത് ചെയ്താൽ മതിയോ? ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതിയോ? P × dV. ഓക്കെ, ഇനി നമ്മൾ എടുത്ത് വെച്ചേക്കുന്നത് ഐഡിയൽ ഗ്യാസ് ആണ്. നമ്മൾ പറഞ്ഞു ഐഡിയൽ ഗ്യാസ് ഒബേ ചെയ്യുന്ന ഇക്വേഷൻ്റെ PV = μRT എന്ന് പറയുന്ന ഇക്വേഷൻ ഉറപ്പായിട്ട് അതെന്ത് ചെയ്യും? ഒബേ ചെയ്യും. അങ്ങനെയാണെങ്കിൽ അവിടുന്ന് പ്രഷറിനൊരു ഇക്വേഷൻ കണ്ടുപിടിക്കാം. പ്രഷർ ക്യാൻ ബി റിട്ടൺ ആസ് P = μRT / V എന്ന് എഴുതാം. ഓക്കെ, ഈ ഇക്വേഷൻ നേരെ കൊണ്ട് ഞാൻ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കും. Pയുടെ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ എന്താവും? ഇക്വേഷൻ എന്താവും? therefore the work done can be written as വർക്ക് ഡൺ നമുക്ക് എങ്ങനെ എഴുതാനായിട്ട് പറ്റും? വർക്ക് ഡൺ W Wനെ നമുക്ക് ഇങ്ങനെ എഴുതാം. വർക്ക് ഡൺ W can be written as integral V1 to V2. നമ്മൾ എഴുതി എന്തായിരുന്നു? PV = μRT. അങ്ങനെയാണെങ്കിൽ Pനെ നമുക്ക് എന്ത് എഴുതാം? P = μRT / V. ഓക്കെ, അപ്പോൾ ഇവിടെ P dVക്ക് പകരം എന്ത് എഴുതാം? Pക്ക് പകരം μRT
ടി ഡിവൈഡഡ് ബൈ വി ഇൻറ്റു ഡി വി എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഇതെല്ലാം കോൺസ്റ്റൻ്റാണ്. ഓക്കെ, മ്യൂവും ആറും ടി എല്ലാം കോൺസ്റ്റൻ്റ് ആണ്. നമുക്ക് ഇൻ്റഗ്രേഷൻ വെളിയിലെടുത്താൽ എന്ത് വരും? വർക്ക് ഡൺ ക്യാൻ ബി കാൽക്കുലേറ്റഡ് ആസ് മ്യൂ ആർ ടി ഇൻ്റഗ്രൽ v1 ടു v2 1/v dv. ഓക്കെ, ഇതൊരു സ്റ്റാൻഡേർഡ് റിസൾട്ടാണ്. ഇൻ്റഗ്രൽ 1/x dx എന്ന് പറയുന്നത് ln x ആണ്. ഓക്കെ, ഇവിടെ x അല്ല, അതിന് പകരം v ആണ്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? മ്യൂ ആർ ടി ln v ടു ദ ലിമിറ്റ് v1 ടു v2. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? നിങ്ങൾ മാത്സിൽ നെക്സ്റ്റ് ഇയറിൽ പഠിക്കും. അപ്പർ ലിമിറ്റ് കൊടുക്കുക, എന്നിട്ട് മൈനസ് ലോവർ ലിമിറ്റ്. അപ്പോൾ ആദ്യം എന്താ വരുന്നത്? മ്യൂ ആർ ടി ഇൻറ്റു ln v2 മൈനസ് v1. നമുക്കറിയാം ലോഗ് എ മൈനസ് ലോഗ് ബി എന്ന് പറഞ്ഞാൽ ലോഗ് എ ബൈ ബി അല്ലേ? അപ്പോൾ ഇക്വേഷൻ എന്ത് വരും? ഫൈനൽ ഇക്വേഷൻ വിൽ ബി മ്യൂ ആർ ടി ln v2 ഡിവൈഡഡ് ബൈ v1. ഇതാണ് വർക്ക് ഡൺ ഡ്യൂറിങ് ആൻ ഐസോതെർമൽ പ്രോസസ്സ്. ഐസോതെർമൽ പ്രോസസ്സിൽ ചെയ്യുന്ന വർക്ക് നമ്മൾ ഇങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇക്വേഷൻ ഒന്നുകൂടി പറയാം. നമ്മൾ ആദ്യമേ എന്താ ചെയ്തത്? കുഞ്ഞ് വർക്ക് കണ്ടുപിടിച്ചു. ഡി ഡബ്ല്യു ഇസ് ഈക്വൽ ടു പി ഡി വി ആണ്. സോ ടോട്ടൽ വർക്ക് കണ്ടുപിടിക്കാൻ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതി. ഇൻ്റഗ്രൽ v1 ടു v2 പി ഡി വി. നമുക്കറിയാം, സിൻസ് നമ്മൾ എടുത്തേക്കുന്നത് ഐഡിയൽ ഗ്യാസ് ആയതുകൊണ്ട് ഇറ്റ് വിൽ ഒബേ ദ ലോ പി വി ഇസ് ഈക്വൽ ടു മ്യൂ ആർ ടി. അവിടെ നിന്ന് പി നമുക്ക് എന്ത് എഴുതാം? മ്യൂ ആർ ടി ഡിവൈഡഡ് ബൈ വി. ആൻഡ് സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് ഇൻ ദിസ് ഇക്വേഷൻ നമുക്ക് എന്ത് കിട്ടും? ഡബ്ല്യു ഇസ് ഈക്വൽ ടു v1 ടു v2 മ്യൂ ആർ ടി ഡിവൈഡഡ് ബൈ വി ഇൻറ്റു ഡി വി. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മ്യൂ ആർ ടി കോൺസ്റ്റൻ്റ് ആണ്. അതിന് നമ്മൾ ഇൻ്റഗ്രേഷൻ വെളിയിലെടുത്തു. അപ്പോൾ ബാലൻസ് എന്ത് വരും? വർക്ക് ഡൺ ഡബ്ല്യു ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ v1 ടു v2 മ്യൂ ആർ ടി പുറത്ത് പോയി, പിന്നെ എന്ത് വരത്തുള്ളൂ? 1/v dv. അതൊരു സ്റ്റാൻഡേർഡ് ഫോർമുലയാണ്. ഇൻ്റഗ്രൽ 1/v dv എന്ന് പറഞ്ഞാൽ എന്താണ്? ln v ആണ് കേട്ടോ. ln v ടു ദ ലിമിറ്റ്. ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? അപ്പർ ലിമിറ്റ് കൊടുക്കുക, പിന്നെ നമ്മൾ ലോവർ ലിമിറ്റ് കൊടുക്കുക. അപ്പോൾ എന്ത് വരും? ln v2 ഡിവൈഡഡ് ബൈ v1. ഇതാണ് വർക്ക് ഡൺ ഡ്യൂറിങ് ആൻ ഐസോതെർമൽ പ്രോസസ്സിൻ്റെ equation. Work done W is equal to mu RT ln V2 divided by V1, where V2 is called the final volume and V1 is called the initial volume. R എന്ന് പറയുന്ന universal gas constant and T is the temperature. Okay, I hope this is clear.